നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. വടവാതൂർ മിൽമ പ്ലാന്റിൽ നിന്നും മലിനജലം പുറത്തേക്ക് ഒഴുക്കിവിടുന്നു. ദുർഗന്ധത്തോടെ വെള്ളം എത്തുന്നത് ചെറുതോട്ടിലേക്ക്. സമീപ പ്രദേശങ്ങളിലെ കിണറുകൾ മലിനമാകുന്നു. 50 വർഷമായി തുടരുന്ന ദുരിതത്തിനെതിരെ നാട്ടുകാർ സമരത്തിന്. മണർകാട് വിശ്വാസപ്രഭയിൽ വിളങ്ങുന്നു. 8 നോമ്പ് പെരുന്നാളിന് കൊടിയേറി. നട തുറക്കൽ 7-ാം തീയതി. കാഞ്ഞിരപ്പള്ളി അക്കരപ്പള്ളിയിലേക്ക് വിശ്വാസികളുടെ പ്രവാഹം. വിശുദ്ധ കുർബാനയിലും പ്രദക്ഷിണത്തിലും പങ്കെടുത്ത് അനുഗ്രഹം തേടുന്നു. പ്രധാന തിരുനാൾ 8-ാം തീയതി. സംസ്ഥാന സർക്കാരിന്റെ വാഗ്ദാന ലംഘനത്തിനെതിരെ സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ AITUC കോട്ടയത്ത് കളക്ടറേറ്റ് പടിക്കൽ ധർണ. വാർത്തകൾ വിശദമായി. വടവാതൂർ മിൽമ പ്ലാന്റിൽ നിന്നുള്ള മലിനജലം സമീപത്തെ തോട്ടിലേക്ക് ഒഴുക്കിവിടുന്നു. കിണറുകൾ മലിനമാകുന്നത് കൂടാതെ അസഹ്യമായ ദുർഗന്ധം മൂലം പ്രദേശവാസികൾ വലയുകയാണ്. വടവാതൂർ മിൽമ പ്ലാന്റിൽ നിന്നും മലിനജലം സമീപത്തെ തോട്ടിലേക്ക് ഒഴുക്കിവിടുന്നത് പ്രദേശവാസികളെ ദുരിതത്തിലാക്കുന്നു. കഴിഞ്ഞ 50 വർഷത്തിലേറെയായി നാട്ടുകാർ ഈ ദുരിതം അനുഭവിക്കാൻ തുടങ്ങിയിട്ട്. 70ഓളം കുടുംബങ്ങളാണ് ഈ പ്രദേശത്ത് താമസിക്കുന്നത്. ജനവാസ മേഖലയിലൂടെ ഒഴുകുന്ന തോട്ടിലേക്കാണ് പ്ലാന്റിൽ നിന്നുള്ള മാലിന്യം നിറഞ്ഞ വെള്ളം ഒഴുക്കിവിടുന്നത്. പ്രദേശത്തെ കിണറുകളിലെല്ലാം വെള്ളം അരിച്ചിറങ്ങുന്നത് കിണർ വെള്ളം അഴുക്കാകുന്നതിനും കാരണമാകുന്നുണ്ട്. നാട്ടുകാർ പരാതിയുമായി എത്തുമ്പോൾ മാത്രം താൽക്കാലികമായി മലിനജലം പുറത്തേക്കൊഴുക്കുന്നത് നിർത്തിവെക്കും. ഇന്നലെ രാത്രി 10 മണിയോടുകൂടി വീണ്ടും ചെറുതോട്ടിലേക്ക് പ്ലാന്റിൽ നിന്നും അഴുക്കുവെള്ളം തുറന്നുവിട്ടിരുന്നു. നാളുകളായി ഈ പ്രവൃത്തി തുടരുകയാണ്. വെടിമരുന്നിന്റെ മണമാണ് കിണറ്റിലെ വെള്ളത്തിനെന്നും തങ്ങൾ പൊറുതിമുട്ടിയെന്നും വീട്ടമ്മയായ ബോബി ലൈജു പറഞ്ഞു. കിണറ്റിലെ വെള്ളം നമ്മൾ കോരി വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഒരുമാതിരി വെടിമരുന്നിന്റെ മണമാണ് നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. വെടിമരുന്നിന്റെ മണം നമുക്ക് വെള്ളം കുടിക്കാൻ എടുക്കുമ്പോഴും ഒക്കെ ഈ പൈപ്പ് തുറക്കുമ്പോഴും ഒക്കെ ഈ വെടിമരുന്നിന്റെ മണമാണ് വരുന്നത്. നമ്മൾ ഈ മോട്ടർ അടിച്ച് കയറ്റി വെള്ളം വരുമ്പോഴത്തേക്കിന്. കാരണം നമ്മുടെ വെള്ളം കോരുമ്പോഴും ആ വെള്ളത്തിന് ആ സെയിം ഇതുണ്ട്, പ്രശ്നമുണ്ട്. അത് നമുക്കറിയാം. നമ്മുടെ വെള്ളം തുറക്കുന്ന വെക്കുമ്പോൾ അറിയാം നമുക്ക് ആ വെള്ളം. ഈ ഒഴുക്ക് മഴയുള്ളപ്പോൾ ഇവർ ഈ പാലൊഴുക്കുന്ന സമയത്താണ് ഇതുപോലത്തെ വലിയ പ്രശ്നം വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് ആ പ്രശ്നം വരുന്നില്ല. തോട്ടിലെ മലിനജലം ഒഴുകിയെത്തി കുടിവെള്ളം പോലും പാൽ നിറമായി ദുർഗന്ധം നിറഞ്ഞതോടെ 3 കിണറുകളാണ് തനിക്ക് മൂടേണ്ടി വന്നതെന്ന് സമീപവാസി PI തോമസ് പറയുന്നു. 3 കിണർ കുത്തി. അത് 3 കിണറും ഈ പാലിന്റെ പൊല്യൂഷൻ കാരണം ഈ കിണറ്റിനകത്ത് ഇതിൻ്റെ മാലിന്യങ്ങളെല്ലാം വന്ന് അടിഞ്ഞതാണ്. കുടിവെള്ളം പറ്റുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഹൈക്കോടതിയായിട്ട് കേസ് കളിച്ചായിരുന്നു. 24 മണിക്കൂർ ഈ വെള്ളം ഇവിടെ പഞ്ചായത്ത് വെള്ളം എത്തിച്ചു വന്നത്. അതുകൊണ്ട് കിണറെല്ലാം അങ്ങ് മൂടി. ഇനി ഇവിടെയുള്ള ഞങ്ങൾക്ക് എല്ലാവർക്കും ശ്വാസമുട്ടലും മറ്റു അസുഖങ്ങളൊക്കെ ഉണ്ട്. ഇത് മാത്രം ഈ കെമിക്കലൊക്കെ അടിക്കുന്ന കാരണം. ഈ പരാതി കൊടുത്തിട്ട് നടപടി ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ല. എവിടെയൊക്കെ പരാതി കൊടുത്തു? പഞ്ചായത്തിൽ കൊടുത്തു, ഹെൽത്തിൽ കൊടുത്തു. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് വാർഡ് മെമ്പർ സാറാമ തോമസ് രാവിലെ തന്നെ പ്രദേശത്ത് എത്തിയിരുന്നു. മിൽമ പ്ലാന്റിനെതിരെ പരാതിയുമായി മുന്നോട്ടു പോകുമെന്നും ശാശ്വത പരിഹാരമുണ്ടായില്ലെങ്കിൽ നാട്ടുകാരെ കൂട്ടി ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്നും സാറാമ തോമസ് പറഞ്ഞു. ഇതിന് എത്രയും പെട്ടെന്ന് ഒരു നല്ല പരിഹാരം കണ്ടില്ലെങ്കിൽ ഞങ്ങൾ ഇതിന് മുമ്പ് ഒരു 10-15 വർഷം മുമ്പേ ഇതുപോലെ ഇങ്ങനെ വിഷയം ഉണ്ടാക്കിയപ്പോൾ ഞങ്ങൾ നാട്ടുകാർ എല്ലാം കൂടെ സംഘടിച്ച് ഇവിടുന്ന് വെള്ളം കോരി ഞങ്ങൾ അവിടെ വേസ്റ്റ് വെള്ളം കൊണ്ടു ചെന്നതാണ്. അത് ഞങ്ങളെ കൊണ്ട് ഇനി ആവർത്തിക്കില്ല. ഞങ്ങൾ ഇങ്ങനെ പോയാൽ നാട്ടുകാർ മൊത്തം സംഘടിപ്പിച്ച് ഞങ്ങൾ ബക്കറ്റും വെള്ളവും അവിടെ കൊണ്ട് ഒഴിക്കുന്ന ഒരു തടസ്സമില്ലാതെ ഞങ്ങൾ പറയുകയാണ്. 50 വർഷത്തിന് മുകളിലായി ഈ ദുരിതം സഹിക്കുകയാണെന്നും ശുദ്ധജലമില്ലാത്തതിനാൽ വാട്ടർ സപ്ലൈയെയാണ് നാട്ടുകാർ ആശ്രയിക്കുന്നതെന്നും മുൻ മെമ്പർ ബിജു അമ്പലത്തിങ്കൽ പറഞ്ഞു. ശാശ്വത പരിഹാരമുണ്ടായില്ലെങ്കിൽ ശക്തമായ സമരം നടത്തുമെന്നും മിൽമ യൂണിറ്റ് പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്നും ബിജു അമ്പലത്തിങ്കൽ പറയുന്നു. ഇന്നലെ രാത്രി 1.5 മണിക്കൂർ നേരം ശക്തമായ രീതിയിൽ തനിപ്പാൽ ഒഴുകുന്നത് പോലെ തന്നെയാണ് പാലമ്പളയിൽ ഒഴുകിയത്. അതിൻ്റെ വീഡിയോസൊക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട്. പിന്നെ ആ വെള്ളം ഞങ്ങൾ ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിരിക്കുകയാണ്. വീണ്ടും മിൽമയുടെ ഭാഗത്ത് നിന്ന് ഇതുപോലെ ഉണ്ടാവുകയാണെങ്കിൽ മെമ്പർ പറഞ്ഞ പോലെ ഞങ്ങൾ നാട്ടുകാരെ കൂട്ടിക്കൊണ്ട് അതിൻ്റെ അതൊക്കെ ചെന്ന് സമരം ചെയ്ത് മിൽമയുടെ ലൈസൻസ് ക്യാൻസൽ, മിൽമ എന്ന് പറയുന്ന സ്ഥാപനം വടവാതൂരിൽ പ്രവർത്തിക്കാത്ത രീതിയിലോട്ട് പൊതുജനങ്ങൾ ഇറങ്ങിത്തിരിക്കാതിരിക്കാൻ വേണ്ടി വേണ്ട നടപടി പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും ഹെൽത്തിൻ്റെ ഭാഗത്തു നിന്നും ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്ന് മാത്രമേ പറയാവുള്ളൂ. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ആഗോള മരിയൻ തീർത്ഥാടന കേന്ദ്രമായ മണർകാട് മർത്തമറിയം യാക്കോബായ സുറിയാനി പള്ളിയിൽ 8 നോമ്പ് പെരുന്നാളിന് കൊടിയേറി. ഇനിയുള്ള ദിവസങ്ങളിൽ ആയിരങ്ങൾ ഒഴുകിയെത്തും. ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ വിശ്വാസ സാഗരത്തെ സാക്ഷിയാക്കി മണർകാട് മർത്താമറിയം യാക്കോബായ സുറിയാനി കത്തീഡ്രലിൽ 8 നോമ്പ് പെരുന്നാളിന് കൊടിയേറി. വലിയ പള്ളിയിൽ പ്രത്യേക പ്രാർത്ഥനകൾക്ക് ശേഷമാണ് കൊടിമരം മുറിക്കാനായി പുറപ്പെട്ടത്. അരിപ്പറമ്പ് കരയിൽ പാതയിൽ PA കുരുവിളയുടെ പുരയിടത്തിൽ നിന്നും നിലം തൊടാതെ വെട്ടിയെടുത്ത മരം വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ പള്ളിയിൽ എത്തിച്ചു. കുടിമരം കടന്നു വരുന്നതായ
പച്ചിലകളും കൊടിതോരണങ്ങളും കൊണ്ട് അലങ്കരിച്ചിരുന്നു കൊടിമരം. വൈദികരും വിശ്വാസികളും ചേർന്ന് കൊടിമരം ഉയർത്തി. ഈ മാസം 6-നാണ് പ്രധാന പ്രദക്ഷിണം. 7-ാം തീയതി മധ്യാഹ്ന പ്രാർത്ഥനാ സമയത്താണ് ചരിത്രപ്രസിദ്ധമായ നട തുറക്കൽ. 8-ാം തീയതിയാണ് പ്രധാന തിരുനാൾ. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മരിയൻ തീർത്ഥാടന കേന്ദ്രമായ കാഞ്ഞിരപ്പള്ളി പഴയ പള്ളിയിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജനന തിരുനാളിന് മുന്നോടിയായുള്ള 8 നോമ്പ് തിരുനാൾ ഭക്തിപൂർവ്വം ആഘോഷിക്കുന്നു. തിരുനാൾ ദിവസങ്ങളിൽ കഴുന്ന സമർപ്പണം നടത്തുന്നതിന് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാഞ്ഞിരപ്പള്ളിയിൽ സ്ഥിതി ചെയ്യുന്ന പുരാതന സീറോ മലബാർ കത്തോലിക്ക ആരാധനാലയമാണ് മർത്തമറിയം മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പഴയപള്ളി അഥവാ അക്കരപ്പള്ളി. കേരളത്തിലെ പുരാതന ക്രൈസ്തവ ആരാധനാലയങ്ങളിൽ മുഖവാരം ഇല്ലാതെ നിലനിൽക്കുന്ന അപൂർവം പള്ളികളിലൊന്നാണ് ഇത് എന്നത് അക്കരപ്പള്ളിയുടെ വാസ്തുകലാ പ്രാധാന്യം എടുത്തു പറയുന്നു. മാർത്തോമാ ശ്ലീഹയാൽ സ്ഥാപിതമായി എന്ന് വിശ്വസിക്കപ്പെടുന്നതും നസ്രാണികളുടെ 7 പള്ളികളിൽ ഒന്നുമായ നിലയ്ക്കൽ അക്കരപ്പള്ളിയിൽ നിന്നുള്ള നസ്രാണികളാലാണ് കാഞ്ഞിരപ്പള്ളിയിലെ പഴയ പള്ളി സ്ഥാപിച്ചത്. പള്ളിയിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെ ജനന തിരുനാളിന് ഒരുക്കമായുള്ള 8 നോമ്പാചരണം വിശ്വാസപൂർവ്വം കൊണ്ടാടുകയാണ്. ദിവസവും 8 സമയങ്ങളിലായി കുർബാന അർപ്പിക്കുന്നു. എല്ലാ ദിവസവും വൈകുന്നേരം ജപമാല പ്രദക്ഷിണവുമുണ്ട്. 8-ാം തീയതിയാണ് പ്രധാന തിരുനാൾ. തിരുനാൾ ദിവസങ്ങളിൽ കഴുന്ന സമർപ്പണം നേർച്ച നടത്തുന്നതിനും നേർച്ചക്കഞ്ഞി ലഭിക്കുന്നതിനുമുള്ള സൗകര്യങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. വാഗ്ദാന ലംഘനം അവസാനിപ്പിക്കുക, കൂലിയും കൂലി വർധനയും അട്ടിമറിച്ച സംസ്ഥാന സർക്കാർ നയത്തിനെതിരെ സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ AITUC കോട്ടയത്ത് കളക്ടറേറ്റിന് മുന്നിൽ ധർണ നടത്തി. മന്ത്രിതല ചർച്ചയിലെ തീരുമാനങ്ങൾ നടപ്പാക്കുന്നതുവരെ സമരം നടത്തുമെന്ന് നേതാക്കൾ പറഞ്ഞു. സംസ്ഥാന സർക്കാർ തൊഴിലാളികൾക്ക് നൽകിയ വാഗ്ദാനം പാലിക്കാത്തതിനെതിരെയും യൂണിയനുകളുമായി വിദ്യാഭ്യാസ തൊഴിൽ മന്ത്രിമാർ നടത്തിയ ചർച്ചയിലെ തീരുമാനങ്ങൾ ലംഘിക്കുന്ന നടപടിക്കുമെതിരെ സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ AITUC കോട്ടയം കളക്ടറേറ്റിന് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. AITUC കോട്ടയം ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് VK സന്തോഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ഏപ്രിൽ മാസത്തിൽ തിരുവനന്തപുരത്ത് നടന്ന മന്ത്രിതല ചർച്ചയിൽ എടുത്ത പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ 4 മാസം പിന്നിട്ടിട്ടും സർക്കാർ നടപ്പിലാക്കുന്നില്ലെന്ന് നേതാക്കൾ പറഞ്ഞു. മിനിമം കൂലി പരിധിയിൽ നിന്നും സ്കൂൾ പാചക തൊഴിലാളികളെ ഒഴിവാക്കിയ 2ാം LDF സർക്കാരിന്റെ ഉത്തരവ് ഉടൻ പിൻവലിക്കണമെന്നും മിനിമം വേതനം നടപ്പിലാക്കണമെന്നും തൊഴിലാളികളുടെ വിരമിക്കൽ പ്രായം 65 വയസ്സാക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. മന്ത്രിതല ചർച്ചയിലെ തീരുമാനങ്ങൾ നടപ്പിലാക്കും വരെ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്നും AITUC നേതാക്കൾ അറിയിച്ചു. ഓരോ മാസവും 5-ാം തീയതിയോടുകൂടി സ്കൂൾ പാചക തൊഴിലാളികളുടെ ശമ്പളം മുടങ്ങാതെ അവരുടെ അക്കൗണ്ടിൽ എത്തിക്കുന്നതിനുള്ള നടപടികൾ തുടർന്നുള്ള മാസങ്ങളിൽ സ്വീകരിക്കുമെന്നാണ് പറഞ്ഞത്. എന്നാൽ ഏപ്രിൽ മാസം കഴിഞ്ഞു, ഇന്ന് 4 മാസം എത്തി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ പരിശോധിച്ച് നോക്കിയാൽ 1 മാസം പോലും അന്ന് ഈ യോഗത്തിലെടുത്ത മന്ത്രിമാർ പങ്കെടുത്ത യോഗത്തിലെടുത്ത യൂണിയൻ നേതാക്കന്മാരുടെ ആവശ്യപ്രകാരം എടുത്ത തീരുമാനത്തിലെ ആ മാസം പോലും, ആ തീരുമാനമെടുത്ത മാസം പോലും 5-ാം തീയതിക്കുള്ളിൽ ശമ്പളം കൊടുക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്ന് ഉള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇപ്പോഴും നിലനിൽക്കുകയാണ്. സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ AITUC ജില്ലാ പ്രസിഡന്റ് P. പ്രദീപ് യോഗത്തിന് അധ്യക്ഷത വഹിച്ചു. BKMU സംസ്ഥാന സെക്രട്ടറി ജോൺ V. ജോസഫ്, യൂണിയൻ സംസ്ഥാന ട്രഷറർ ആലീസ് തങ്കച്ചൻ, ജില്ലാ പഞ്ചായത്ത് അംഗം PS പുഷ്പമണി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മൃഗസംരക്ഷണ മേഖല മാറ്റത്തിന്റെ പാതയിലെന്ന് വകുപ്പ് മന്ത്രി J. ചിഞ്ചുറാണി. നവീകരിച്ച ഏറ്റുമാനൂർ മൃഗാശുപത്രി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഇലക്ട്രോണിക് IT രംഗങ്ങളിലെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുന്നതിലൂടെ മൃഗസംരക്ഷണ മേഖലയിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി J. ചിഞ്ചുറാണി പറഞ്ഞു. 33 ലക്ഷം രൂപ ചിലവിട്ട് നവീകരിച്ച ഏറ്റുമാനൂർ മൃഗാശുപത്രി കെട്ടിടം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. എല്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളിലും രാത്രികാല വെറ്റിനറി ആംബുലൻസ് സർവീസ് ആരംഭിക്കും. വൈകുന്നേരം 4 മുതൽ രാത്രി 12 വരെ 1962 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചാൽ വീട്ടുപടിക്കൽ സേവനമെത്തിക്കും. അതിനുശേഷമാണെങ്കിൽ ജില്ല കേന്ദ്രീകരിച്ച് സജ്ജമാക്കിയിട്ടുള്ള ആംബുലൻസിൽ സേവനമെത്തിക്കുമെന്നും മന്ത്രി J. ചിഞ്ചുറാണി പറഞ്ഞു. കേരളത്തിന്റെ എല്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളിലും 152ഓളം ബ്ലോക്ക് പഞ്ചായത്തുകൾ കേരളത്തിലുണ്ട്. അവിടെ നമ്മൾ രാത്രിയിലും പ്രവർത്തിക്കുന്ന തരത്തിൽ
ടോൾ ഫ്രീ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് 1962 നിങ്ങൾ വെറ്ററിനറി ഡോക്ടർമാരെ ആരെയും വിളിക്കേണ്ട, നേരിട്ട് 1962 വിളിച്ചാൽ നിങ്ങളുടെ വീട്ടുമുറ്റത്ത്, കർഷകൻ്റെ വീട്ടുമുറ്റത്ത് സേവനം എത്തിക്കുക എന്നുള്ള ഉത്തരവാദിത്വത്തോടു കൂടി നമ്മുടെ വാഹനവും വെറ്ററിനറി ഡോക്ടറും അതിനകത്ത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ശേഖരിക്കപ്പെടുന്ന മരുന്നുകൾ കൂടി അവരിപ്പോൾ പ്രോജക്റ്റ് വയ്ക്കുന്നുണ്ട്. മരുന്നുകളും നമ്മുടെ വാഹനത്തിൽ സംഭരിച്ചുകൊണ്ട് കർഷകൻ്റെ വീട്ടുമുറ്റത്ത് എത്തുകയാണ്. ഒരുപക്ഷെ ഒരു 12 മണിക്ക് ഒരു പശു പ്രസവിക്കാൻ നിന്നാലും നിങ്ങൾ ആ സെക്കൻഡിൽ വിളിച്ചാൽ നിങ്ങളുടെ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് വണ്ടി ഓടിയെത്തത്തക്ക നിലയിൽ, ചിലപ്പോൾ തൊട്ടടുത്ത ബ്ലോക്കായിരിക്കും ദൂരം കുറവ്, ഒരുപക്ഷെ അവരും ഇവിടെ ഓടിയെത്തുന്ന തരത്തിലേക്കുള്ള സേവനങ്ങൾ നമ്മൾ ഇന്ന് കൊടുക്കുന്നു. മൃഗസംരക്ഷണ വകുപ്പിന്റെ സുവർണ കാലഘട്ടമാണിതെന്ന് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ പറഞ്ഞു. ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ മിൽമയുടെ പ്രവർത്തനങ്ങളെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞതായും മന്ത്രി പറഞ്ഞു. ഏറ്റവും പ്രാധാന്യത്തോടുകൂടി വലിയ സംഭാവനകൾ നൽകുന്ന മേഖലയാണ് ക്ഷീരോത്പാദനവും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ പ്രവർത്തനങ്ങൾ. മൃഗസംരക്ഷണം അതിൻ്റെ ഒരു അനിവാര്യമായ ഘടകമാണ്. ഒരുപക്ഷെ ക്ഷീരസംരക്ഷണ വകുപ്പിൻ്റെ സുവർണ കാലഘട്ടമാണിത്. ബഹുമാന്യ പ്രൈം മിനിസ്റ്റർ ഈ മേഖലയിൽ സ്വീകരിച്ച ഒട്ടനവധി നൂതനമായ ആശയങ്ങളും പുതിയ കർമ്മ പദ്ധതികളും ഈ മേഖലയെ എല്ലാ രംഗത്തും ഉണർത്തിക്കൊണ്ട് മുന്നോട്ട് വരാൻ കഴിഞ്ഞിരുന്നു. ഏറ്റുമാനൂർ നഗരസഭാ അധ്യക്ഷ ലൗലി ജോർജ്, ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആര്യ രാജൻ, സ്ഥിരം സമിതി അധ്യക്ഷ അജിത ഷാജി, നഗരസഭാ അംഗങ്ങളായ രശ്മി ശ്യാം, ES ബിജു, ജില്ലാ സംരക്ഷണ ഓഫീസർ PK മനോജ് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. സ്വർണ്ണവില ഇന്ന് വീണ്ടും കൂടി. ഗ്രാമിന് 20 രൂപ കൂടി 9725 രൂപയായി. പവന് 77,800 രൂപ. പവന് 160 രൂപയാണ് ഇന്ന് കൂടിയത്. സ്വർണ്ണ വിപണിയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിലയാണിത്. GSTയും പണിക്കൂലിയും ഹോൾമാർക്ക് ഫീസും അടക്കം 1 പവൻ സ്വർണം വാങ്ങുന്നതിന് 85,000 രൂപ നൽകണം. കാഞ്ഞിരപ്പള്ളി ഹൈസ്കൂൾ ഹെഡ്മാസ്റ്റേഴ്സ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ അധ്യാപക ദിനാഘോഷവും ആദരിക്കലും നടത്തി. കാഞ്ഞിരപ്പള്ളി DEO റോഷ്ന അലിക്കുഞ്ഞ് അധ്യക്ഷയായി. 2025 മികവഴക് പുരസ്കാരം നേടിയ പൊൻകുന്നം CMS LP സ്കൂളിലെ അധ്യാപിക ഷേർലി ജെയെയും സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ലോങ് ടൈം അവാർഡ് ജേതാവ് ലതിക TKയെയും ആദരിച്ചു. സന്തോഷത്തിന്റെ ഒരു സമാധാനത്തിന്റെ, സന്തോഷത്തിലുപരി ഒരു സമാധാനത്തിന്റെ വർഷമായിട്ട് ഇനിയുള്ള ഈ ഒരു വർഷം തുടർന്നുള്ള വർഷങ്ങളും ആവട്ടെ. അതുപോലെ നമ്മൾക്ക് പേഴ്സണലി ഉള്ള ഗെയിനും സ്വാഭാവികമായിട്ടും നമ്മൾ നയിക്കുന്ന സ്കൂളുകൾക്കും എല്ലാ രീതിയിലും എല്ലാ ഉന്നമനവും കൂടി ഉണ്ടാവട്ടെ എന്ന് കൂടി പ്രാർത്ഥിക്കുകയാണ്. അതാണല്ലോ നമുക്ക് ആത്യന്തികമായി നമ്മുടെ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്, നമ്മളെ ഉള്ളിൽ നിന്ന് സന്തോഷിപ്പിക്കുന്ന ഒരു റിസൾട്ട് എന്ന് പറയുന്നത് നമ്മളുടെ കർമ്മനിരതരായിരിക്കുന്ന ഭാഗത്ത് ഉണ്ടാകുന്ന അച്ചീവ്മെന്റ്സ് ആയിരിക്കും. അതൊക്കെ നമ്മുടെ പിള്ളേരുടെ മക്കളുടെ ഒരു അച്ചീവ്മെന്റ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് ആ ഒരു ഇതിലാണ് വരുന്നത്. അപ്പോൾ അത് എല്ലാവർക്കും ആ ഒരു സന്തോഷം ഉണ്ടാകാനുള്ള ഇടവരട്ടെ ഈ അടുത്ത വർഷം എന്നുള്ളത്. ഓണക്കാലത്ത് കൈത്തറി വസ്ത്രങ്ങൾക്ക് ആവശ്യക്കാരേറുന്നു. എന്നാൽ ഈ മേഖലയിൽ തൊഴിൽ ചെയ്യുന്നതിന് ആരും മുന്നോട്ട് വരാത്തത് ആശങ്കയുണ്ടാക്കുന്നുണ്ട്. ഓണക്കാലം വാണിജ്യ വ്യാപാരങ്ങളുടെ സുവർണ കാലം എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ ഓണത്തിന് കൂടുതൽ പ്രാധാന്യത്തോടെ ആളുകൾ തേടി വരുന്നത് കൈത്തറി മേഖലയെ കുറച്ചൊന്നുമല്ല സന്തോഷിപ്പിക്കുന്നത്. ഖാദി ബോർഡിന്റെ നേതൃത്വത്തിൽ വിവിധ ഇടങ്ങളിൽ മേളകൾ നടക്കുന്നുണ്ട്. കൂടുതൽ ആവശ്യക്കാർ കൈത്തറി ഉൽപ്പന്നങ്ങൾ തേടിയെത്തുന്നുണ്ട്. വിപണി നേരിടുന്ന തിരക്കിലാണ് കൈത്തറി വ്യാപാരികൾ. പുതിയതായി ഈ മേഖലയിൽ ജോലിയെടുക്കാൻ ആരും മുന്നോട്ട് വരുന്നില്ല എന്നുള്ളത് ആശങ്കാജനകമാണെന്ന് വ്യാപാരികളും നെയ്ത്തുകാരും പറയുന്നു. ഈ ഓണത്തിന് പഴമയും പുതുമയും ഒക്കെ ഇഴചേർന്ന പ്രിന്റഡ് സാരികൾക്കും മുണ്ടുകൾക്കുമാണ് കൂടുതൽ വിറ്റഴിയുന്നതെന്ന് വ്യാപാരികൾ പറയുന്നു. ഓണത്തോടനുബന്ധിച്ച് പാലായിലുള്ള വ്യാപാര സ്ഥാപനങ്ങളെല്ലാം ഉണർന്നിരിക്കുകയാണ്. ഓണത്തോടനുബന്ധിച്ച് കൈത്തറി മേഖലയും നന്നായിട്ട് ഉണർന്നിരിക്കുന്നു. പുതിയതായി വന്ന പ്രിന്റുള്ള സെറ്റ് സാരികൾ, സെറ്റ് മുണ്ടുകൾ, കാവ്യമുണ്ടുകൾ, കളർ മുണ്ടുകൾ എല്ലാമാണ് ഇത്തവണത്തെ പ്രത്യേകതയായിട്ട് വന്നിരിക്കുന്നത്. കൈത്തറിയിൽ ഷർട്ടുകളുണ്ട്. പിന്നെ 1999 കിറ്റുകൾ, 1499 കിറ്റുകൾ, ഇതൊക്കെയാണ് പുതിയതായിട്ട് വന്നിരിക്കുന്നത്. പ്രിന്റഡ് ഐറ്റംസിനകത്ത് താമര പ്രിന്റ് ഉള്ളതുണ്ട്, ഫ്ലോറൽ ഡിസൈൻസ് ഒക്കെ ഉള്ളതുണ്ട്. മുണ്ടുകളിലാണെങ്കിൽ ദൈവങ്ങളുടെ പ്രിന്റ് വരുന്നതുണ്ട്. കാവ്യമുണ്ടുകളിലും കളർ മുണ്ടുകളും പ്രിന്റ് ഉള്ളതാണ് പുതിയതായിട്ട് വന്നിരിക്കുന്ന ട്രെൻഡ്. പ്രിന്റ് മെറ്റീരിയലുകൾ വലിയ ഹിറ്റായി മാറി. ഉപഭോക്താക്കളുടെ അഭിപ്രായങ്ങൾ അറിഞ്ഞ് ടെമ്പിൾ, ഫ്ലോറൽ, ലോട്ടസ് തുടങ്ങിയ നിരവധി ഡിസൈനുകൾ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിച്ചിട്ടുണ്ട്. പ്രിന്റ് സാരി, സെറ്റ് മുണ്ട് തുടങ്ങിയവയ്ക്കും ആൾക്കാർ ഏറെയാണ്. 600 മുതൽ 2500 രൂപ വരെ വില വരുന്ന പ്രിന്റഡ് ഡബിൾ മുണ്ടുകളും 500 മുതൽ 2200 വരെ വില വരുന്ന സെറ്റ് സാരികളും 315 മുതൽ 800 രൂപ വരെ വില വരുന്ന സെറ്റ് മുണ്ടുകളും 490 രൂപ മുതൽ 770 രൂപ വരെ വില വരുന്ന ഷർട്ടുകളും പ്രധാന ആകർഷകങ്ങളാണ്. കൈത്തറിയിലെ പുതിയ ട്രെൻഡ് 999 രൂപ മുതൽ 1200
1,149 രൂപ വരെയുള്ള കിറ്റുകളാണ്. 999 രൂപയുടെ കിറ്റിൽ ഒരു ബെഡ്ഷീറ്റും ഒരു ടവലും ഒരു സാരിയും ഒരു കാവ്യമുണ്ടും ഉണ്ടാകും. 1,499 രൂപയുടെ കിറ്റിൽ ഒരു ചുരിദാറും ഒരു കാവ്യമുണ്ടും ഒരു ബെഡ്ഷീറ്റും ഒരു ഷർട്ട് പീസും ഉണ്ടാകും. ന്യൂസ് ബ്യൂറോ, പാല. പാല റിവർവ്യൂ റോഡിൽ വലിയ പാലത്തിന് കീഴിൽ കൂടി വലിയ ലോഡുമായി എത്തുന്ന വാഹനങ്ങൾ കുടുങ്ങുന്നു. ഇത് റോഡിൽ ഗതാഗത കുരുക്കിന് കാരണമാകുന്നുണ്ട്. പാല റിവർവ്യൂ റോഡിൽ വലിയ പാലത്തിന് താഴ്ഭാഗത്തുകൂടി അനുവദനീയമായതിലും കൂടുതൽ ഉയരത്തിൽ ലോഡുമായി എത്തുന്ന വാഹനങ്ങൾ ഗതാഗതക്കുരുക്കിനിടയാക്കുന്നു. നിരവധി തവണ വാഹനങ്ങൾ പാലത്തിനടിയിൽ കുരുങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അമിത ലോഡുമായി അന്യസംസ്ഥാനത്തു നിന്നും എത്തിയ ലോറിക്ക് പാലത്തിനടിയിൽ കൂടി കടക്കാൻ കഴിയാതിരുന്നത് വലിയ ഗതാഗതക്കുരുക്കിന് ഇടയാക്കി. പാലത്തിനടിയിലൂടെ കടന്നു പോകുന്ന വാഹനങ്ങൾക്ക് നിശ്ചിത ഉയരം മുന്നറിയിപ്പായി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഡ്രൈവർമാർ മുന്നറിയിപ്പ് അവഗണിക്കുന്നതാണ് പ്രശ്നങ്ങൾക്കിടയാക്കുന്നത്. മുന്നറിയിപ്പിനായി വെച്ചിരിക്കുന്ന ഇരുമ്പ് പൈപ്പിന്റെ അടിയിലൂടെ ഭാരവണ്ടികൾ കടന്നുപോവുകയും വലിയ പാലത്തിന് അടിഭാഗത്തെത്തുമ്പോൾ വാഹനങ്ങൾ കടന്നുപോകാൻ കഴിയാതെ വരികയുമാണ് ഉണ്ടാകുന്നത്. ഇത് റിവർവ്യൂ റോഡിൽ ഗതാഗതക്കുരുക്ക് ഉണ്ടാക്കുന്നു. പാലത്തിന് കീഴിലെ തടസ്സത്തെക്കുറിച്ച് കൃത്യമായ മുന്നറിയിപ്പ് നൽകണമെന്ന ആവശ്യം ഉയരുന്നു. രാത്രിയിൽ വലിയ ഭാരവണ്ടികൾ പാലത്തിൽ തട്ടി വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുന്നതും നിത്യസംഭവമാണ്. ന്യൂസ് ബ്യൂറോ, പാല. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വടവാതൂർ മിൽമ പ്ലാന്റിൽ നിന്നും മലിനജലം പുറത്തേക്ക് ഒഴുക്കിവിടുന്നു. ദുർഗന്ധത്തോടെ വെള്ളം എത്തുന്നത് ചെറുതോട്ടിലേക്ക്. സമീപ പ്രദേശങ്ങളിലെ കിണറുകൾ മലിനമാകുന്നു. 50 വർഷമായി തുടരുന്ന ദുരിതത്തിനെതിരെ നാട്ടുകാർ സമരത്തിന്. മണർകാട് വിശ്വാസപ്രഭയിൽ വിളങ്ങുന്നു. 8 നോമ്പ് പെരുന്നാളിന് കൊടിയേറി. നട തുറക്കൽ 7-ാം തീയതി. കാഞ്ഞിരപ്പള്ളി അക്കരപ്പള്ളിയിലേക്ക് വിശ്വാസികളുടെ പ്രവാഹം. വിശുദ്ധ കുർബാനയിലും പ്രദക്ഷിണത്തിലും പങ്കെടുത്ത് അനുഗ്രഹം തേടുന്നു. പ്രധാന തിരുനാൾ 8-ാം തീയതി. സംസ്ഥാന സർക്കാരിന്റെ വാഗ്ദാന ലംഘനത്തിനെതിരെ സ്കൂൾ പാചക തൊഴിലാളി യൂണിയൻ AITUC കോട്ടയത്ത് കളക്ടറേറ്റ് പടിക്കൽ ധർണ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.